അടിയാരെ പോഷിപ്പിക്കാം. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഭാ കലണ്ടറിൻ പ്രകാരം ഇന്ന് ട്രിനിറ്റി സൺഡേ, തൃത്വ ഞായർ ആണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളെ പരാമർശിക്കുന്നതാണ് തൃത്വം. തൃത്വോപദേശം ക്രിസ്തു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. പഴയ നിയമവിശ്വാസികൾ ഏകദൈവ വിശ്വാസികളായിരുന്നു. ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വ ഉപദേശത്തിൽ പുതിയ നിയമസഭ എത്തിച്ചേർന്നത്. മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ദിവ്യ ആളത്വമാണ് തൃത്വം. ദൈവത്തിൻ്റെ ആളത്വം മനുഷ്യബുദ്ധിക്ക് ലാഘവമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത ഒരു മർമ്മമാണ്. മത്തായി 28:16 മുതൽ 20 വാക്യങ്ങളിൽ തൃത്വസൂചന സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നൽകുന്ന ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം. 1. സഭ യേശുവിനെ ആരാധിക്കുന്നു. മത്തായി 28:17. യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചു എന്നത് ആരാധനയെ സൂചിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. താൻ ജീവിച്ചിരിക്കുന്നു എന്നത് അവൻ്റെ പ്രത്യക്ഷതയിൽ കൂടി ശിഷ്യന്മാർ മനസ്സിലാക്കി. തന്നെ തൊട്ടു നോക്കുവാനും ആണിപ്പാടിൽ വിരൽ ഇടുവാനും തോമാസിന് അനുവാദം നൽകി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ആഹാരം കഴിച്ചു. ഒരു മനുഷ്യനായി തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ അടയാളമാണ് ഇവയൊക്കെ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ ആരാധനാമൂർത്തിയായി തീർന്നു. അതുകൊണ്ടാണ് ഉയർത്ത കർത്താവ് പ്രത്യക്ഷനായപ്പോൾ അവർ അവനെ നമസ്കരിച്ചത്. ഈ യേശു നമ്മുടെയും ആരാധന അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് മാനുഷികമായ എല്ലാ പ്രവൃത്തികളിലും പങ്കുചേർന്ന യേശു നമ്മുടെ അനവധിയായ പാപങ്ങൾക്കു വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകി. എൻ്റെ പാപങ്ങൾക്കു വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ ഞാനും നമസ്കരിക്കുന്നു. ഈ യേശുവിനെ ഞാനും ആരാധിക്കുന്നു. നമുക്ക് സഭയായി ഒരുമിച്ച് ഈ യേശുവിനെ ആരാധിക്കാം. 2. സഭയെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. മത്തായി 28:20 കർത്താവ് പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം എല്ലാ നാളും കൂടെ ഇരുന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു തനിക്ക് പകരം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. യേശു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14:16 പറയുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ വേറൊരു കാര്യസ്ഥൻ കൂടെ ഉണ്ടെന്ന് അർത്ഥം. ആ കാര്യസ്ഥൻ ആരെന്ന് 1 യോഹന്നാൻ 2:1 പറയുന്നുണ്ട്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അതായത് ഒരു കാര്യസ്ഥൻ യേശു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് സഭയ്ക്ക് നൽകിയ മറ്റേ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. യേശുവിന് പകരമായി പരിശുദ്ധാത്മാവ് സഭയോട് കൂടെ നടന്ന് സഭയെ വഴി നടത്തുന്നു. ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്നവന് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ, ഈ ലോകയാത്രയിൽ വീണുപോകാതെ സത്യത്തിൻ്റെ പാതയിൽ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. 3. പിതാവായ ദൈവം സഭയെയും ലോകത്തെയും സ്നേഹിക്കുന്നു. മത്തായി 28:20 പറയുന്നത് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്ന. സകലരും ദൈവിക പദ്ധതിയിൽ വന്നു ചേരണമെന്നുള്ളതാ ദൈവത്തിൻ്റെ ഉദ്ദേശം.
സഭ മാത്രമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. അബ്രഹാമിനെ വിളിക്കുന്നതിൽ കൂടി ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12:3. യെശയ്യാവ് 42:6-7 വാക്യങ്ങളിൽ ഇത് ഒന്നുകൂടി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, നിന്നെ ജാതികളുടെ പ്രകാശം ആക്കും എന്ന. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമായിട്ടാണ്. ലൂക്കോസ് 2:10 വാക്യം. ദൈവം സഭയെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്നു. വെളിപ്പാട് 7:9 രക്ഷിത ഗണത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ള ആർക്കും എണ്ണിക്കൂടാത്ത പുരുഷാരം. അതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം സഭയെ സ്നേഹിക്കുന്നു, ദൈവം സകല ജനത്തെയും സ്നേഹിക്കുന്നു. സകലരെയും രക്ഷിക്കുന്ന ദൈവിക പദ്ധതി നടപ്പിലാക്കുന്നതിനു വേണ്ടിയാ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. പകരം ഇഷ്ടമില്ലാത്തവരെ സഭയ്ക്ക് പുറത്താക്കുന്ന പ്രവൃത്തിയല്ലേ നാം ചെയ്യുന്നത്? ചിന്തിക്കുക. സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന ദൈവിക പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ത്രിയേക ദൈവമേ, ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ പങ്കുചേർന്ന് കർത്താവിന് വേണ്ടി ചില ദേഹികളെ എങ്കിലും നിനക്കായി ഏൽപ്പിച്ചു തരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗകലാം ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കണമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹവേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ